41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മണ്ഡല പൂജ ആരംഭിച്ചു. കൂടാതെ സന്നിധാനത്ത് ഇന്നും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ പറയും. രജനി, 41 ദിവസത്തെ വ്രത നാളുകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് ശബരിമലയിൽ മണ്ഡലപൂജ നടക്കുകയാണ്. ഇന്നത്തെ മണ്ഡലപൂജയും കഴിഞ്ഞ് വൈകിട്ട് ഹരിവരാസനം പാടി നടയടച്ചാൽ പിന്നീട് 3 ദിവസം ശബരിമല നടയടഞ്ഞു കിടക്കും. ഇനി മകരവിളക്ക് മഹോത്സവത്തിനായിട്ടായിരിക്കും ശബരിമല നട വീണ്ടും തുറക്കുക. ഇപ്പോൾ മണ്ഡലപൂജ ശബരിമലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അറിയിച്ചിരുന്നതനുസരിച്ച് 10:30-ക്കും 11:30-ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ശബരിമലയിൽ മണ്ഡലപൂജ ഈ തവണ നടക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. ഈ പൂജ ചടങ്ങുകളാണ് ഇപ്പോൾ ശ്രീലകത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മണ്ഡലപൂജയുടെ ഭാഗമായിട്ട് നട തുറക്കും. നട തുറന്നു കഴിഞ്ഞാൽ ഭക്തർക്ക് തങ്ക അങ്കി ചാർത്തിയ അയ്യപ്പനെ തൊഴുകാനായിട്ടുള്ള അവസരം ഉണ്ടാകും. ഇന്ന് വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രജനി, ഇതാ ശബരിമല നട തുറന്നിരിക്കുകയാണ്. മണ്ഡലപൂജയുടെ ഭാഗമായിട്ട് ശബരിമല നട തുറന്നിരിക്കുന്നു. രജനി. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമായിരിക്കുകയാണ്. ഭക്തിയുടെ നിറവിൽ തന്നെയാണ് സന്നിധാനം. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, അങ്ങനെ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല പൂജകൾക്ക് സമാപനം ആയിരിക്കുകയാണ്. വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ മണ്ഡല പൂജാ ദിവസം നമുക്ക് ക്ഷേത്ര സന്നിധിയിൽ നിന്നും സന്നിധാനത്ത് അടക്കം കാണാൻ സാധിക്കുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട 41 ദിവസം നീണ്ടു നിന്ന
മണ്ഡലകാലം ഭക്തിസാന്ദ്രമായ ആ മണ്ഡലകാലത്തിന് സമാപ്തി കുറിക്കുന്ന ചടങ്ങുകളാണ് ഇന്ന് ശബരിമലയിൽ നടക്കുന്നത്. ഇന്ന് മണ്ഡലപൂജ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. മണ്ഡലപൂജയ്ക്ക് ശേഷം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ശ്രീകോവിലിന് പുറത്തിറങ്ങി ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഈ മണ്ഡലപൂജയ്ക്ക് ശേഷം മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും ക്ഷേത്ര ശ്രീകോവിലിന് പുറത്തേക്ക് എത്തി ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്തിരുന്നു. ഇനി തങ്കയങ്കി ചാർത്തിയ ഭഗവാന്റെ വിഗ്രഹം കൺകുളിർക്കെ കാണാൻ ഭക്തർക്ക് അവസരമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ ക്ഷേത്രം നട തുറന്നിരിക്കും. വൈകിട്ടും തങ്കയങ്കി ചാർത്തി തന്നെ ഭഗവാനെ തൊടാനായിട്ട് കഴിയും എന്നൊരു പ്രത്യേകത ഇന്നത്തെ ദിവസമുണ്ട്. ഇന്ന് ഹരിവരാസനം വരെ ഭഗവാനെ തങ്കയങ്കിയിൽ ചാർത്തി തന്നെയാണ് ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത്. ഇന്ന് ഈ മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമലയിലെ പൂജാക്രമത്തിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ 9 മണിവരെ മാത്രമാണ് നെയ്യഭിഷേകം ഇന്ന് അനുവദിച്ചിരുന്നുള്ളൂ. നെയ്യഭിഷേകം പൂർത്തിയായതിനു ശേഷം ഈ മണ്ഡലപൂജയുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടന്നു. 25 കലശത്തിൻ്റെ അഭിഷേകമുണ്ടായി. മറ്റ് ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മണ്ഡലപൂജയിലേക്ക് കടക്കുകയും ഇപ്പോൾ മണ്ഡലപൂജ പൂർത്തീകരിച്ച കാർമ്മികളെല്ലാം ഭക്തിയുടെ പാരമ്പര്യത്തിൽ തന്നെയാണ് ശബരിമല മണ്ഡല പൂജ ചടങ്ങുകൾക്ക് ശേഷം 41 ദിവസം നീണ്ടുനിന്ന മണ്ഡല കാലത്തിനാണ് പരിസമാപ്തി ആയിരിക്കുന്നത്. ഇനി രാത്രി ഹരിവരാസനം പാടി 11 മണിക്ക് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. അതിനുശേഷം ഈ മാസം 30-ന് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും കിരൺ കുമാർ.